ഹലോ, ഇന്ന് നമ്മൾ ഒരു ആടിന്റെ കുടലി ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് നമ്മളൊന്ന് വൃത്തിയാക്കിയിട്ട് ഇന്നൊരു തോരനുണ്ടാക്കാൻ പോയത്. അപ്പൊ നമുക്ക് കാണാം. കണ്ട, ഇതാണ് അതിന്റെ ചെറിയ കുടല്. അത് നമ്മൾ ഇതേപോലെ വെള്ളം കയറ്റിയിട്ട് നല്ല വൃത്തിയാക്കി കഴുകിയെടുക്കണം. അപ്പൊ അതിനകത്ത് ഇങ്ങനെ വെള്ളം കയറിയിട്ട് അത് അതിന്റെ അകത്തോടെ നന്നായിട്ട് വേസ്റ്റ് ഒക്കെ ഇറങ്ങിപ്പോകും. വെള്ളം നിറഞ്ഞു തുടങ്ങി. അതിന്റെ അകത്തോട്ട് നോക്കി കാണാം. തുറക്കട്ടാ. വെള്ളം നിറയുന്നത് കണ്ട കണ്ട. ഇങ്ങനെ വെള്ളം നിറഞ്ഞിട്ട് വരുമ്പോൾ അതിന്റെ അകത്തുള്ള വേസ്റ്റ് മൊത്തം പോകും. എളുപ്പത്തിൽ ക്ലീൻ ചെയ്യാനുള്ള ഒരു പറ്റി. നമുക്ക് പെട്ടെന്ന് ക്ലീൻ ആക്കാൻ പറ്റും ഇങ്ങനെ ചെയ്താൽ. ഇതിനകത്ത് ഇങ്ങനെ നമ്മൾ ആ ചെറിയ കുടലിലെല്ലാം ഇങ്ങനെയാണ് വൃത്തിയാക്കാൻ. ലോങ് ഓട്ടകളായിരുന്നു. ആട് സൂര്യാങ്ങണ ഒഴുകിന്നാണ് തോന്നുന്നത്. അങ്ങനെ അടുത്ത കടൽ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതും പൊത്തലാണോ കണ്ടു. പിച്ചാത്തി ഇപ്പൊ വേണം, പിന്നീട് മതിയാക്കാം. ബബിള് ബബിള് ഇത് ഫസ്റ്റ് പ്രോസസ്സ് മാത്രമായിട്ടല്ലേ. നമ്മൾ ഫുള്ള് ഇതേപോലെ ഒന്ന് കഴുകി എടുത്തിട്ട് ഇനിയും കഴുകും. അതിനകമൊക്കെ ഒന്ന് ക്ലീനാക്കാൻ വേണ്ടിയിട്ട് കഴുകും. പൈപ്പിംഗ് വെള്ളം തുറന്ന് വല്ല പോർഷൻ ആകുമ്പോൾ നന്നായിട്ട് അതിന്റെ വേസ്റ്റ് മൊത്തം ഇറങ്ങി പോകും, ക്ലീൻ ആവും. ഓക്കെ ഇടാക്കാം. ഇത് വൃത്തിയാക്കാനുള്ള പാട് മാത്രമല്ല കേട്ടോ, പിന്നെ നല്ല ടേസ്റ്റ് ആണ് ഇതിന്റെ ആ തോരൻ കേട്ടോ. മെനക്കെട്ട പരിപാടിയാണ് കേട്ടോ, എപ്പോഴൊന്നും തീരൂല. വീണ്ടും വീണ്ടും കാണും. നിറകൂടമാണ്, നിറകൂടം. ബബിള് പൊത്തല് വീണിരിക്കുകയാണ്.
നല്ലോണം ഒന്ന് കാണിച്ചു. അങ്ങനെ എല്ലാവർക്കും കൊണ്ട് അങ്ങനെ പറ്റൂല തിരിച്ചിടാൻ. അപ്പൊ നമ്മൾ തിരിച്ചു അറ്റത്തിന് കുറച്ച് മുകളിലോട്ടല്ലേ. കാണുമ്പോൾ നല്ല എളുപ്പമായിട്ട് തോന്നും കേട്ടോ. പക്ഷെ ചെയ്യുമ്പോൾ ആദ്യമൊന്നും ശരിയാവണമെന്നില്ല. പതുക്കെ ശരിയാവും. അതിന്റെ എന്തോ ഒരു ഇതുണ്ടല്ലേ, ഒരു ട്രിക്ക് ഉണ്ട്. വലിയ കുടലിന്റെ പാട്ടാണിത്. അത് നമ്മളിങ്ങനെ കൈകൊണ്ട് തിരിച്ചിടാവുന്നതേ ഉള്ളൂ. തിരിച്ചിട്ടിട്ട് നല്ല വൃത്തിയായിട്ട് അതും കഴുകണം. പിന്നെയും കഴുകണം കേട്ടോ. ഇത് ഫസ്റ്റ് വെള്ളം മാത്രമേ ആയിട്ടുള്ളൂ. നന്നായിട്ട് കഴുകിയെടുക്കണം. ഇത് അതിന്റെ വയറെന്നാണ് പറയണത് അല്ലേ. ഇത് വയറാണ് അതിന്റെ. ഇതൊക്കെ അതിന്റെ ചെറുകുടൽ, ഇതിന്റെ വയറ്. ഒരുവിധം നല്ലോണം ഒരു വെള്ളത്തിൽ കഴുകിയിട്ടുണ്ട്. ഇനി നമ്മൾ 2-3 വെള്ളത്തിൽ നല്ല വൃത്തിയായിട്ട് കഴുകണം. കഴുകി വാരിയെടുക്കണം. വൃത്തിയാക്കി കഴുകി വാരി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിന് മഞ്ഞപ്പൊടി പാല്, അതായത് മഞ്ഞപ്പൊടി ഇട്ടിട്ട് ഇത് നന്നായിട്ട് വേവിച്ചെടുക്കണം. എന്നിട്ട് വീണ്ടും കഴുകണം. അത് നമ്മുടെ വീഡിയോയിൽ കാണിച്ചിട്ടാമേ. ഇതാണ്ടോ നമ്മൾ കഴുകി നന്നായിട്ട് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കുടലാണ്. ഇനി ഇതിൽ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കും. എന്നിട്ട് വീണ്ടും നമുക്ക് അങ്ങനെ വേവിച്ചെടുത്തിട്ടാണ് നമ്മൾ പിന്നെ വീണ്ടും ഒന്നും കൂടെ ക്ലീൻ ആക്കി എടുക്കണം. കുറച്ച് അധികം മഞ്ഞൾപ്പൊടി ഇടണം. ഇനി നമ്മൾ അടുപ്പിലോട്ട് വെക്കാൻ പോവുകയാണേ. അടച്ചു വെച്ച് വേവിക്കണം. മുകളിലൂടെ എന്ത് പറഞ്ഞോണ്ടേ. ഇതിപ്പോ അധികം ഇവിടെ വേവില്ല. ഇതിപ്പോ നമ്മൾ ഈ അഴുക്കൊക്കെ ഒന്ന് മാറാനാണ് ഈ മഞ്ഞപ്പൊടി ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ച് നമ്മൾ എടുക്കുന്നത്. ഇതിൻ്റെ അഴുക്ക് ആ കറുത്ത ഇതൊക്കെ മൊത്തം നമുക്കിനി ഇളക്കി കളയണം. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ തിളപ്പിക്കണം. നമ്മുടെ നന്നായിട്ട് തിളക്കട്ടെ. തിളച്ചാൽ നമ്മൾ ഈ കറുത്ത ഭാഗമൊക്കെ നമുക്ക് ഇളകി തുടങ്ങി നന്നായിട്ട് കുറച്ചും കൂടി വേണം. ഇറക്കി വെച്ചിട്ടുണ്ടേ. ഇനി ഇത് മൊത്തം ഒന്ന് നന്നായിട്ട് തണുക്കണം. തണുത്ത് വന്നിട്ട് നമുക്ക് ബാക്കി പരിപാടി ചെയ്യാം. കറുത്ത പാത്തില്ലേ അതെടുത്തിട്ട് ഇതേപോലെ വെന്ത് കഴിയുമ്പോഴത്തേക്ക് ഇത് അങ്ങ് ഇളകി പൊതിച്ചോളും കേട്ടോ.
ഇനി ഒരു പിച്ചാത്തി അതെല്ലാം എടുത്തിട്ട് ഇങ്ങനെ ചുരണ്ടി കളയാം. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഉരിച്ച് വേണമെങ്കിൽ കളയാം. ഉരിച്ച് കളയുന്നേക്കാളും എളുപ്പം ഇതാണ്. ഇങ്ങനെ ചുരണ്ടി കളയണം. അപ്പം ഇനി മൊത്തം ക്ലീൻ ആക്കിയിട്ട് നമുക്ക് കാണാം. ഇത് ഞാൻ ഒന്നും കൂടി ചൂടുവെള്ളം ഒഴിച്ച് ഒന്നും കൂടി ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ടേ. ഇനി നമ്മളിത് ഊറ്റിയെടുക്കണം. ചെറുതായിട്ട് ഇത് കട്ട് ചെയ്തെടുക്കണം ഇങ്ങനെ. നമ്മൾ വൃത്തിയായിട്ട് കഴുകിയിട്ട് നല്ല വൃത്തിയായിട്ട് കുഞ്ഞു കുഞ്ഞു പീസായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വേവിക്കണം.